നമസ്തേ. നമുക്ക് ഒരു വീട്ടിൽ സമ്പത്ത് വെക്കാനായിട്ട് എവിടെയാണ് ഒരു സ്ഥലമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തായാലും, ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തായാലും, ഒരു ഷോപ്പിനായാലും ആ ഷോപ്പിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, ആ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ക്യാഷ് സൂക്ഷിക്കാമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇപ്പോൾ നമ്മളൊരു അലമാര വെക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് നോക്കി വെക്കണം എന്നുള്ളൊരു ചോദ്യം. അത് വടക്ക് നോക്കി വെക്കുന്നത് കൂടുതൽ നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അടുത്തത്, നമുക്ക് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് പൈസ വരികയും ആ പൈസ അവിടെ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. പക്ഷേ ഇത് പൈസ വെച്ചൂടാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ പൈസ സൂക്ഷിക്കുന്നത് നല്ലതല്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ പൈസ വെച്ചൂടാത്തൊരു സ്ഥലം ഏതാണ്? വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായു കോണ്. ഇനി നമുക്ക് പൈസ വെച്ചുകൂടാത്ത മറ്റേതെങ്കിലും റൂമുകൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉറപ്പായിട്ടുമുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഫ്ലൈങ് സ്റ്റാറിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കൺസൾട്ടിങ് വിളിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പുതിയ ആരെങ്കിലും പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഫ്ലൈങ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ വരുന്ന ഒരു തിയറിയാണത്. നമ്മൾ വീട് പണി കഴിപ്പിക്കുമ്പോൾ ആ വീടിൻ്റെ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വരും. ഇതിനെ നക്ഷത്രങ്ങളായിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. ഈ നക്ഷത്രങ്ങളെയാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. ആനുവൽ സ്റ്റാർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നിലനിൽക്കെ വർഷാവർഷം ഓരോ നമ്പറുകളും കൂടി ഇതിനകത്തൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2025 കിഴക്ക് ഭാഗത്തൊരു നമ്പർ വന്നിട്ടുണ്ട്, അത് 9 ആണ്. അതേപോലെ ഓരോ ദിക്കിലും ഓരോ നമ്പറുകൾ വന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരി 4 തീയതി ഈ നമ്പർ അവിടെ നിന്ന് മാറും, ഈ സ്റ്റാർ അവിടെ നിന്ന് മാറി അടുത്ത സ്റ്റാർ വരും. അപ്പോൾ അതിനെ ആനുവൽ സ്റ്റാർ നമ്പർ എന്ന് പറയും. നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് ഫ്ലൈങ് സ്റ്റാർ നമ്പർ. അപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ നല്ല പ്രോസ്പെരിറ്റി തരുന്ന സ്റ്റാറുകളുമുണ്ട്, നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ സൃഷ്ടിക്കുന്ന സ്റ്റാറുകളുമുണ്ട്. അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പം സാറേ എൻ്റെ വീട്ടിൽ ആ പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ദോഷമുണ്ടാക്കുന്ന സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അതേസമയം ഞാൻ അവിടെ കൺസൾട്ട് ചെയ്താൽ അത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. കാരണം ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കാം. സാറേ 2025 നമുക്ക് ഏറ്റവും സൗഭാഗ്യം തരുന്ന സ്റ്റാർ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്നു, അതിൻ്റെ നമ്പർ 9 ആണ്. സാറേ 2025 നമുക്ക് ഏറ്റവും മോശമുള്ള സ്റ്റാർ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5 വരുന്നുണ്ട്, അത് ടോട്ടൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 മനസ്സിലായല്ലോ. അതുപോലെ ആ ഫ്ലൈങ് സ്റ്റാർ കണക്കിലും വീടിൻ്റെ ഓരോ ദിക്കിലും ഈ പറയപ്പെടുന്ന നല്ലതും മോശവുമായിട്ടുള്ള സ്റ്റാർ നിൽക്കുന്നുണ്ട്. അപ്പം ഒരു 5-2 കോമ്പിനേഷനിലാണ് നിങ്ങളുടെ ബെഡ്റൂം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് യാതൊരു കാരണവശാലും ക്യാഷ് സൂക്ഷിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ക്യാഷ് സൂക്ഷിച്ചാൽ അവിടെ ക്യാഷ് നിൽക്കത്തില്ല. അപ്പം പൈസ എവിടെ സൂക്ഷിക്കാമെന്നും എവിടെ സൂക്ഷിക്കരുതെന്നും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ 2025 നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ക്യാഷ് വയ്ക്കാൻ പാടില്ല. അപ്പം ഇത്തരത്തിലുള്ള ഓരോ സ്റ്റാറുകളും. ഇനി നമുക്ക് മറ്റു മാർഗങ്ങളില്ല, ആ ഭാഗത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു റൂമുള്ളൂ, ഒരു റൂമുള്ള ആൾ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും ആ നക്ഷത്രങ്ങളുടെ വീര്യം കുറയ്ക്കാനുമായിട്ടുള്ള ഫെങ്ഷു ടൂളുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു ദിവസമായി ഞാൻ നേരുന്നു. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്തേ.